ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കുമായി ബന്ധം വിച്ഛേദിച്ച് മീഡിയ വൺ. ബാർ കണക്കുകളെക്കുറിച്ച് മീഡിയ വൺ ഉന്നയിച്ച സംശയങ്ങൾക്ക് വിശ്വാസയോഗ്യമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. മീഡിയ വണ്ണിന്റെ ഉയർന്ന പ്രേക്ഷക പിന്തുണ റേറ്റിംഗിൽ പ്രതിഫലിക്കാത്തത് കൃത്യമായി വിശദീകരിക്കാൻ ബാർക്ക് അധികൃതർക്കായില്ല. വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെയാണ് ബാർക്കിൽ നിന്ന് പിന്മാറാനുള്ള മീഡിയ വൺ തീരുമാനം. റേറ്റിംഗ് കണക്കാക്കാനെടുക്കുന്ന തീരെ ചെറിയ സാമ്പിൾ സൈസും മീറ്ററുകളുടെ അശാസ്ത്രീയ വിന്യാസവുമാണ് ബാർക്കിന്റെ പ്രധാന പ്രശ്നം. ആകെയുള്ള 86 ലക്ഷം ടിവികളിൽ ബാർക്ക് മീറ്റർ ഉള്ളത് 1500-ൽ താഴെ മാത്രം ഇടങ്ങളിൽ. അതുപോലും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളെയോ ജനവിഭാഗങ്ങളെയോ ആനുപാതികമായി ഉൾക്കൊള്ളുന്ന തരത്തിലല്ല. മാത്രമല്ല, ഈ മീറ്ററുകൾ പുറമേ നിന്ന് നിയന്ത്രിക്കാനും കൃത്രിമം കാണിക്കാനും കഴിയുമെന്ന ആരോപണവുമുണ്ട്. അർണബിനെതിരായ കേസ് ഉദാഹരണം. കോടികൾ വാരിയെറിഞ്ഞ് ലാൻഡിംഗ് പേജ് സെറ്റ് ചെയ്യുന്നത് മറ്റൊരു പ്രശ്നം. ബാർക്കിന്റെ കണക്കുകൾ അപ്പാടെ നിരാകരിക്കുന്നതാണ് ഓരോ ആഴ്ചയിലെയും ഡിജിറ്റൽ വഴിയുള്ള വ്യൂവർഷിപ്പ്. മലയാള ചാനലുകളുടെ ലൈവ് യൂട്യൂബ് കാഴ്ചക്കാരിലും നോൺ ലൈവ് കാഴ്ചക്കാരിലും എപ്പോഴും മുൻനിരയിലാണ് മീഡിയ വൺ. കഴിഞ്ഞയാഴ്ചയിൽ മാത്രം ആകെ 3,62,50,000 കാഴ്ചക്കാർ. എന്നാൽ ബാർക്കിന്റെ പട്ടികയിൽ ഇതിന്റെ അടുത്തുപോലും വരുന്ന സ്ഥാനമില്ല. ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ ബോധ്യം വരുന്ന ഈ അപാകം പരിഹരിക്കാൻ ബാർക്ക് തയ്യാറാകുന്നുമില്ല. ഡിജിറ്റലിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്തായിരിക്കുമ്പോൾ ബാർക്കിൽ 10-ാം സ്ഥാനത്തായിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് വഞ്ചന. ഇങ്ങനെ പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ അതീവ രഹസ്യമായി നിഗൂഢമായി അട്ടിമറിക്കുന്ന പരിപാടിയാണ് ബാർക്ക്. ബാർക്കിന്റെ കണക്കെടുപ്പിലെ അപാകങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അതേ പ്ലാറ്റ്ഫോമിൽ നേരിട്ടും മെയിൽ വഴിയും മീഡിയ വൺ നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഗുണകരമായ മാറ്റമുണ്ടാകും വിധമുള്ള നടപടി ബാർക്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും മെയിലയച്ച് കാത്തിരിക്കുക എന്നത് അർത്ഥശൂന്യമാണ്. അതിനാൽ ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്: മീഡിയ വൺ ബാർക്കുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്. NDTVക്ക് ശേഷം ബാർക്ക് ഉപേക്ഷിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വാർത്താ ചാനലാണ് മീഡിയ വൺ. ആധികാരികതയും വിശ്വാസ്യതയും വീണ്ടെടുക്കും വരെ ബാർക്കിന്റെ കൊട്ടക്കണക്കുകൾ വേണ്ട. നേരിന്റെ വഴിയിൽ അതിശക്തമായ പ്രേക്ഷക പിന്തുണയോടെ ഞങ്ങൾ ഇവിടെ തുടരും. ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ.